അസ്സലാമു അലൈക്കും. വളരെ സങ്കടകരമായൊരു കാര്യമാണ്. മുഹറത്തിൻ്റെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയൊരു യുവാവ് മലപ്പുറം ജില്ലയിലാണ് വാഹനാപകടത്തിൽ ഒരു തോട്ടിലേക്ക് വീണിട്ട് കാണാതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഞായറാഴ്ച നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുൻപ് ഒരു 6:30 ആ സമയത്താണ് നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ യുവാവ് ഹാഷിർ എന്ന പേരിൽ 23 വയസ്സുള്ള യുവാവ് വീട്ടിൽ നിന്ന് പോയത്. അങ്ങനെ ഇവൻ്റെ സ്കൂട്ടിനെ ഒരു കാറിടിച്ചു. ആ കാറിടിച്ചതിൽ ഇവന് ഈ തോട്ടിലേക്ക് വീണു. തോട്ടിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച മുഹറത്തിൻ്റെ നോമ്പ് തുറ സമയത്താണ് വീണിട്ട്. അവനെ കുറേ തിരഞ്ഞു. പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു ചൊവ്വാഴ്ച രാവിലെയാണ് അവൻ്റെ മൃതദേഹം കിട്ടുന്നത്. അള്ളാഹു ആ യുവാവിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. വിശുദ്ധ സുന്നത്ത് നോമ്പ് നോക്കിയിട്ടാണ് ആ മരണത്തിന് ആ യുവാവ് മരണപ്പെട്ടിട്ടുള്ളത്. രക്തസാക്ഷിയുടെ പദവിയാണ്. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി തലപ്പാറ വലിയ പറമ്പിന് സമീപമാണ് അവൻ്റെ സ്കൂട്ടറും കാറും തമ്മിൽ കൂട്ടിയിടിച്ചത്. ഒരു തലപ്പാറ പാലത്തിലെ സർവീസ് റോഡിന് അടുത്ത് വെച്ചിട്ടാണ് ഈ കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. പിടിയുടെ ആഘാതത്തിൽ ഈ ബൈക്ക് യാത്രക്കാരനായ ഹാഷിർ നേരെ ഈ ഒരു വലിയ തോടാണ്, പുഴയല്ല തോടാണ്, അതിലേക്ക് തെറിച്ച് വീണു. അപ്പോൾ ഈ കാറുകാർ ഉടൻ തന്നെ അറിയിച്ചു ഇങ്ങനെ വീണത് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് വോളണ്ടിയേഴ്സും ട്രോമാ കെയർ ആളുകളൊക്കെ അന്ന് തുടങ്ങിയ തെരച്ചിലാണ്. അങ്ങനെ കടലിലേക്ക് പിന്നെ അത് പോവാൻ സാധ്യത കടലുണ്ടി പുഴയിലേക്കാണ്. അവിടെ ഇരുമ്പിൻ്റെ ഇതുകളും അതേപോലെ വലകളൊക്കെ വെച്ചിരുന്നു. പക്ഷേ അതിന് മുൻപ് തന്നെ മൃതദേഹം പോയിട്ട് കുറച്ചപ്പുറത്ത്, കിലോമീറ്ററുകൾ അപ്പുറത്ത്, കടലിലേക്ക് എത്തിയിട്ടില്ല. ഈ ഒരു തോട്ടിൻ്റെ ഭാഗത്ത് തന്നെയാണ് തങ്ങി നിൽക്കുന്ന രീതിയിൽ ഇന്ന് രാവിലെ ഒരു 7 മണിക്കാണ് മൃതദേഹം കിട്ടുന്നത്. തിരുവങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. ഉപ്പാടെ പേര് മുഹമ്മദ് കോയ എന്നാണ്, ഉമ്മയുടെ പേര് ഷെരീഫ എന്നാണ്. അബ്ദു എന്ന് പറയുന്നൊരു സഹോദരനുണ്ട്. നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ വിവരങ്ങൾ പങ്കുവെക്കണം. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ യുവാവിനെ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നോമ്പുകാരനായിട്ടാണ് യുവാവിൻ്റെ മടക്കം. അതും വളരെ സുന്നത്തുള്ളൊരു നോമ്പാണ് മുഹറത്തിൻ്റെ നോമ്പ്. ഇത്രയും പ്രായത്തിലുള്ള കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ നോമ്പ് നോക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ സന്തോഷമാണ്. ആ കുടുംബത്തിന് വളരെ വലിയൊരു വേദനയാണ് ഈ ഒരു മരണം. അതുകൊണ്ട് നമ്മളെല്ലാവരും, ഈ ചാനൽ കാണുന്ന എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത്. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തറ് പൂശി തന്നിടണം. 6 കാൽ തേരിലേറി തോഴരുമുത്തെഴുന്നള്ളി